ഹായ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ ഫാദർ ജോസഫ് കരുത്തോളത്ത്, ചന്ദ്രൂർ സെൻറ്റ് മേരീസ് ഇടവക വികാരിയാണ്. ഞങ്ങളുടെ ഇടവകയിൽ 11 കുടുംബ യൂണിറ്റുകളാണുള്ളത്. അതിൽ 10ാം കുടുംബ യൂണിറ്റ് വിശുദ്ധ മരിയ കുര്യത്തിയുടെ നാമത്തിലുള്ളതാണ്. 10ാം കുടുംബ യൂണിറ്റ് പുതിയ പ്രേക്ഷിത മേഖല യൂട്യൂബ് ചാനലിൽ തുറക്കുന്നതിന് ഒരു മുഖവാരം ആശംസിക്കുവാനും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. 10ാം കുടുംബ യൂണിറ്റുകാർ തുടങ്ങിയിരിക്കുന്ന ഈ ചാനലിൻ്റെ പേര് വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ വിരിയുന്ന ഓരോ പ്രോഗ്രാമുകളും ക്രിസ്തുവിനോടൊപ്പം നടക്കുവാനായിട്ട് അനുവാചകരെ സഹായിക്കട്ടെ. അങ്ങനെ ഇതിനെ ഫോളോ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വത്തിക്കാൻ സെക്കൻഡിൽ 1963 ജൂൺ 4-ാം തീയതി പുറപ്പെടുവിച്ച ഇൻ്റർമിർഫിക്ക എന്ന പ്രമാണരേഖയിൽ നവമാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രേക്ഷിത രംഗങ്ങളിൽ പ്രേക്ഷിത വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. കോടിക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള നവമാധ്യമങ്ങളിൽ പെട്ടതാണ് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് എന്നിവ. അപ്പോൾ ഇവയെല്ലാം സഭയുടെ വൈവിധ്യമാർന്ന പ്രേക്ഷിത മേഖലകളാക്കി മാറ്റുവാനായിട്ട് വളരെ ഈസിയാണ് ഈ ആധുനിക യുഗത്തിൽ. 10ാം കുടുംബ യൂണിറ്റ് യൂട്യൂബ് ചാനലിനെ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസവും പാരമ്പര്യവും ക്രിസ്തു അനുഭവവും പങ്കുവയ്ക്കുവാനായിട്ട് ഒരു നവവേദിയാക്കി മാറ്റി എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ നവമാധ്യമ വേദിയിലൂടെ 10ാം കുടുംബ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും കലാപരമായ കഴിവുകൾ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർഗ്ഗവാസനകൾ വികസിപ്പിക്കുന്നതിൻ്റെ ഒരു വേദിയായിട്ടും ഈശോയെ പ്രഘോഷിക്കുന്നതിൻ്റെയും ഈശോയെ സ്തുതിക്കുന്നതിൻ്റെയും പുത്തൻ വേദികളായിട്ട് ഇത് മാറട്ടെ, ഈ യൂട്യൂബ് മാറട്ടെ. അങ്ങനെ അനേകം ഫോളോവേഴ്സ് ഈ പുതിയ ചാനലിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 10ാം യൂണിറ്റിൻ്റെ പുതിയ ഭാരവാഹികളുടെ പുതു സംരംഭമായ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായിട്ടും അത് ബഹുജനത്തിന് തുറന്നു കൊടുത്തതായിട്ടും നിങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.